ശരിക്കും ഒരു എക്സ്പേർട്ട് ആരാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു എക്സ്പേർട്ട് എന്ന് നമ്മൾ ഒരാളെ വിളിക്കുന്നത് അവനൊരു എക്സ്പേർട്ടാണ്, അല്ല അയാൾ ഒരു എക്സ്പേർട്ടാണ് എന്ന് നമ്മൾ ഒരാളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അയാളെ പറ്റി അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെക്കാനിക് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടൈലറോ ഒരു ഫാബ്രിക്കേഷനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അയാൾ അതിനകത്തിൽ എക്സ്പേർട്ട് ആണെന്ന് പറയുമ്പോൾ ഈ എക്സ്പേർട്ട് ആയ വ്യക്തി എങ്ങനെ അങ്ങനെ ആയി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു വ്യക്തിയെ പറ്റി ഇപ്പോഴും നമ്മൾ പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളിൽ ഒന്നാണ് റോൾസ് റോയ്സ്. ഈ റോൾസ് റോയ്സ് കാറിന്റെ പുറത്ത് 6 മീറ്റർ നീളമുള്ള ഒരു ലൈൻ ഇടാൻ വേണ്ടി മാർക്ക് കോട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹമാണ് അതിന്റെ റോൾസ് റോയ്സിന്റെ പുറത്ത് ബ്രഷ് ഉപയോഗിച്ച് കൈവച്ചാണ് ആ വരയിടുന്നത്. ആ കൈവച്ച് ആ വരയിടുന്നതിന് ഒരു കാറിന് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം $1,00,000 ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസി 90 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന സംഖ്യ. അദ്ദേഹം അതിൽ എക്സ്പെർട്ട് ആയത് എങ്ങനെയാണെന്ന് പരിശോധിക്കും. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ നോക്കിയാലും അദ്ദേഹത്തിന്റെ ബയോഗ്രാഫി ഒക്കെ വായിച്ചാൽ തന്നെ അദ്ദേഹം എങ്ങനെയാണ് അതിൽ എക്സ്പെർട്ട് ആയി എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതായത് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ അതിൽ വീണ്ടും 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 ശ്രമിച്ച് അയാൾ കൂടുതൽ സമയം അതിനകത്തിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അയാൾ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും ഇതിനെ പോളിഷ് ചെയ്ത് അയാളുടെ കഴിവുകൾ സ്കില്ലുകൾ പോളിഷ് ചെയ്ത് വന്നതനുസരിച്ചാണ് അല്ല ഈ സ്കിൽ അയാൾ അറിയാതെ തന്നെ അയാളിൽ നിന്ന് വരുന്ന തലത്തിലേക്കായി. നമ്മളിപ്പോ ഒരു എക്സ്പേർട്ട് ആണെന്ന് പറയുന്ന ഏതൊരാളിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു എക്സ്പേർട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാണാം. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ അവർ ആഗ്രഹിക്കാതെ തന്നെ അവരിലേക്ക് ധനം വന്നു ചേർന്നുകൊണ്ടിരിക്കും, മണി അവരിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾ എക്സ്പേർട്ട് ആണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇങ്ങനെ ആവാൻ സാധിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കാം. നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിനെ എടുത്തിട്ട് അയാൾ എങ്ങനെ ആയി എന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കാം. അങ്ങനെ വരുന്ന സമയത്ത് അയാളുടെ തുടക്കം മുതൽ ഇപ്പോൾ ഉള്ള അവസ്ഥ വരെ മനസ്സിലാക്കുന്ന സമയത്ത് വ്യക്തമായി ഇതിനെപ്പറ്റി പഠിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെ എത്തിയത്. അത് അതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. കുറച്ചുപേരെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അവരെന്താണ് അതിലേക്ക് എത്താൻ വേണ്ടി ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്കും അതങ്ങനെ ആവാൻ പറ്റും. പക്ഷേ 1-2 ദിവസം കൊണ്ട് അവിടെ എത്തുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സ്ഥിരമായി നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മളും അങ്ങനെ എത്തും. താങ്ക് യു.